മമ്മയുടെ കയ്യിലിരുന്ന ഫോൺ ഒരാളൊന്ന് തട്ടിപ്പറിച്ചോണ്ട് പോയി. ചൂടോടെ ഉണ്ടാക്കുന്നു, ആൾക്കാരൊന്ന് വാങ്ങിക്കുന്നു, കഴിക്കുന്നു, പോകുന്നു. ചിക്കൻ സ്റ്റിക്ക് വേണോ? അയ്യോ, അവിടെ പടക്കം പൊട്ടിക്കൽ തുടങ്ങിയേട്ടാ. അയ്യോ, ഇന്തോനേഷ്യയിലെ ഒരു നൈറ്റ് മാർക്കറ്റിലാണുള്ളത്. അവിടെ ഹോൾ ഫാമിലി ഉണ്ട്. അതാണ് ഒരു നൈറ്റ് മാർക്കറ്റ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോകാം. നമുക്ക് പൊറോട്ടയും ബീഫും ബിരിയാണിയും മന്തിയും ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? അതുപോലെ നമ്മുടെ ഈ കേരള ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരു മലേഷ്യൻ കുട്ടി, അതാണ് ആ മഞ്ഞ ടീഷർട്ട് അവിടെ നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ റഫേൻ്റെ കസിൻ്റെ മോനാണ്. അവർ താമസിക്കുന്നത് മലേഷ്യ സിംഗപ്പൂർ ബോർഡറിലാണ് കേട്ടോ. ഒരു വട്ടം ഒരു മലയാള റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു, കേരള ഫുഡ്. അതിനുശേഷം എപ്പോഴും ഇവൻ ആ ഫുഡാണ് കേട്ടോ വേണമെന്ന് പറയുന്നത്. ആ കഥ കേട്ടുകൊണ്ടാണ് നമ്മൾ ആ ഒരു നൈറ്റ് മാർക്കറ്റിലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ പോകുമ്പോഴും അവനോട് എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് പൊറോട്ടയും ബീഫ് കറിയും എന്നാണ്. ഇവിടെ ഫുള്ള് പോലീസ് ജീപ്പാണ് കേട്ടോ. നമ്മളിവിടെ കുറേ ഒരു 10-12 പേരായിട്ട് നമ്മൾ വണ്ടിയിൽ വന്നേക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് കപ്പാസിറ്റി ആകെ 8 പേരേ ഉള്ളൂ. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഇതുവരെ വീഡിയോസിലൊന്നും നൈറ്റ് മാർക്കറ്റ് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്തോനേഷ്യയിലെ നൈറ്റ് മാർക്കറ്റ്. ഈ ടാക്സി പിടിക്കാൻ കേട്ടോ. ഇത് വീട്ടിൽ കൊണ്ടുപോകും നമ്മൾ. പിന്നെ സവാരിക്ക് റെഡി ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ തന്നെ കസ്റ്റം ചെയ്തെടുത്ത വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. താരതമ്യേന നോർമൽ ഉള്ളതിനേക്കാളും തിരക്കുണ്ട്. ഇപ്പോൾ പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻ്റ് ആണ് ഇങ്ങനത്തെ ഡേർട്ട് ബൈക്കുകൾ, റിമോട്ട് കാറൊക്കെ റോഡിലെ സൈഡിൽ എല്ലായിടത്തും ഉണ്ട്. പ്ലസ് ഇവരുടെ മെയിൻ ഇഷ്ട സംഭവം ഫുഡ്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആൻഡ് പിള്ളേർക്കുള്ള ഇങ്ങനത്തെ ബൈക്കും കാര്യങ്ങളാണ് ഇവിടുത്തെ മെയിൻ സംഭവം. പിക്ക് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നോട് പറഞ്ഞു ക്യാമറ സൂക്ഷിക്കണേന്ന്. കാര്യം ഇതിന് പുറത്ത് വെച്ചിട്ട് പണ്ടൊരിക്കൽ റഫയും മമ്മായും കൂടെ നടന്നു പോകുന്ന സമയത്തുണ്ടല്ലോ, മമ്മയുടെ കയ്യിലിരുന്ന ഫോൺ ഒരാളൊന്ന് തട്ടിപ്പറിച്ചോണ്ട് പോയി. അത് ഈ ഏരിയ ആണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. സമയം 8 മണിയായിട്ടുണ്ട്. തിരക്ക് കൂടി വരികയാണ്. ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുവഴി നടക്കാൻ പറ്റത്തില്ലെന്നാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ. ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫണ്ണി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് ചൈനയിൽ നിന്ന് കുറേ ഇങ്ങനത്തെ ഉള്ള ക്യൂട്ടായിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ചീപ്പ് റേറ്റിൽ ഇവിടെ ആൾക്കാർക്ക് ഡ്രസ്സായാലും അല്ലെങ്കിൽ ടോയ്സ് ആണെങ്കിലും എല്ലാം വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ കൂടെ ഉള്ള ഗുജേലിനെ ഈ ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, മുന്നോട്ട് നടക്കാനൊരു ആഗ്രഹക്കുറവ് അവളുടെ ബാക്കിലേക്ക് വലിക്കുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് പടം വരയ്ക്കാം കേട്ടോ. ഇവിടെ ഇതുപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഡ്രോയിങ് പേപ്പേഴ്സ് ഉണ്ട്. ഇവിടെ വന്നിരുന്ന് കുട്ടികൾക്ക് പടം വരയ്ക്കാം. ഇതെല്ലാം ഇവരുടെ നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 175 രൂപയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലത്തെ നൈറ്റി, അത് ഇവിടുത്തെ നൈറ്റ് ഡ്രസ്സ്. താഴെ വരെ ഇറക്കമില്ല, നമ്മുടെ ഈ ഒരു ഭാഗം വരെ ഇറക്കം കാണത്തുള്ളൂ കേട്ടോ. ഇൻ കേസ് നിങ്ങളെ പോക്കറ്റ് അടിച്ചുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ വാലറ്റൊക്കെ അടിച്ചുകൊണ്ട് പോയാലും കുഴപ്പമില്ല. ഇവിടെ വേണ്ട പേഴ്സും വാലറ്റൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ച് തിരിച്ചു പോകും. അതുപോലെ നിങ്ങളുടെ മാലയും വളയും ആരെങ്കിലും അടിച്ചിട്ട് പോയാലും അതും പ്രശ്നമില്ല. അതും ഇവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ടോ. മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. മൈലാഞ്ചി നമ്മുടെ നാട്ടിലത്തെ അത്രയും ഭയങ്കര കോമൺ അല്ല. അതിനൊരു കാരണമുണ്ട്. ഒരു പെൺകുട്ടി മൈലാഞ്ചി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞെന്ന്. അതുകൊണ്ട് കല്യാണം കഴിക്കാത്ത പെൺപിള്ളേർ നോർമലി മൈലാഞ്ചി ഇടാറില്ല. അത് ഇവിടുത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മുടെ വീട്ടിൽ കുറേ പെൺകുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ റഫേൻ്റെ കസിൻസ് ആണെങ്കിൽ ആരും ഇതുവരെ മൈലാഞ്ചി ഇടുന്നത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. കല്യാണം കഴിക്കാത്തവർ അതങ്ങനെ വലിയ കോമൺ അല്ല. ഗെയ്സാനിക്ക് ബലൂൺ വാങ്ങിക്കാനൊരു ആഗ്രഹം കേട്ടോ. ഇവിടെ ഒരാൾ ഉറങ്ങി നടന്ന് ആ ബലൂൺ വാങ്ങിച്ചിട്ട് അതിന് കാരണം ഉണ്ടാവും, അവർ ഓവർ പൈസ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് ഡോണറ്റ് ഷോപ്പിലേക്കാണെന്നാണ് എൻ്റെ ഒരു കാര്യം. എനിക്ക് പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നുമില്ല. ഞാൻ ഈ സ്ഥലം കാണാൻ വന്നതാണ്. ഈ സ്ഥലം ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷേ രാത്രി സമയത്ത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത്രയും ആൾക്കാർ ഇവിടെ വരുമ്പോൾ കാണുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ KFC ആണ് കേട്ടോ. KFCൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് ഫുള്ളാണ്. അതുപോലെ ഇത് കഫേ, ഇത് ഇന്തോനേഷ്യക്കാർക്ക് കോഫി, ഡോണറ്റ്, മധുരമുള്ള ഐറ്റംസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റഫേൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിസ്റ്ററാണ് ഇത്. ഞാൻ റഫേൻ കല്യാണം കഴിക്കാൻ കാരണക്കാരായവരിൽ ഒരാളാണ് ഈ ബി വിത്ത് നേലാക്സ് ഒക്കെ. ഇവരെ രണ്ടുപേരുമാണ് കേട്ടോ. ചങ്കും പാവപ്പെട്ടവനാണ് ഭർത്താവ്, മലേഷ്യക്കാരനാണ്. ബേബി ഇപ്പോൾ 1-2 മാസം ആയത് എന്തോ ഉള്ളൂ. ആ ബേബി ആയിട്ടാണ് അവരുടെ ഈ വ്യൂ കാണാനായിട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. സുമത്ര ദ്വീപിലെ പലംബങ് സിറ്റിയിലെ മെയിൻ അട്രാക്ഷനാണ് ഈ അമ്പേറ ബ്രിഡ്ജ് കേട്ടോ. ജംബട്ടൻ അമ്പേറ എന്ന് പറയുന്ന ആ ജംബട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ഗുമ്മില്ലേ, അത് തന്നെ. അത് ഈ പാലത്തിന് ഗുമ്മുണ്ട് കേട്ടോ. ആ പാലം 2ആയിട്ട് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വരുമായിരുന്നു മുമ്പ്. ഇതുവഴി വലിയ ഷിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇപ്പോൾ അങ്ങനെ വാഹനങ്ങൾ നിർത്തിയിടും. അതായിരുന്നു ഇവരുടെ ഒരു രീതി. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവർ പോകുന്നില്ല. ഇവരെല്ലാവരും ഫോട്ടോസ് എടുക്കാൻ കേട്ടോ ഇവിടെ നിന്ന്. ഇപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ സ്ഥലത്ത് വന്നൊരു ഫോട്ടോ അത് മസ്റ്റാണ്. ഹലോ ഫാറൂഖ്.
ഈ പാലം ഇവിടെ തന്നെ ഉണ്ട്. ഇതാരും എടുത്തുകൊണ്ടൊന്നും പോകത്തില്ലല്ലോ. ഈ പാലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഇത്ര തിരക്കാണെന്ന് എനിക്കറിയത്തില്ല. അതുമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഈ നാട്ടുകാർ തന്നെയാണ് കേട്ടോ. ഈ നാട്ടുകാരെന്തിനാണ് ഈ പാലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഇത്രയും തിരക്കൂട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. കാര്യം പാരീസ് ആണെങ്കിൽ അവരുടെ പാരീസിലെ ഈഫിൽ ടവറില്ലേ, അതുപോലെ ഇന്തോനേഷ്യക്കാരിലെ ഇവരുടെ ഒരു മെയിൻ സാധനമാണ് ഇത്. ആൾക്കാരെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നോർമലി കഫേ എന്നൊക്കെ പറയുമ്പോൾ എസ്തെറ്റിക് ആയിരിക്കും. 1-2 ആൾക്കാർ അവിടെ ഇവിടേക്ക് ഇരിക്കും, കുറച്ച് പേര് ലാപ്ടോപ്പൊക്കെ തുറന്ന് വർക്ക് ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ. ഇവിടെ നമ്മൾ ചായക്കടയിൽ പോകുന്ന റെസ്റ്റോറൻറ്റിൽ പോകുന്ന മാതിരിയാണ് ആൾക്കാർ കഫേയിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കഫേയിൽ കുറേ ഐറ്റംസ് ഉണ്ടാവും, നോർമൽ ഫുഡും ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും തന്നെ. റഫയും ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. 3 സിസ്റ്റേഴ്സ്. ഫോട്ടോ എടുക്കുന്ന നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ റഫയും നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. 1 അല്ല 2 അല്ല 3 അല്ല കുറേ. ഹലോ ആരാ ക്യാമറമാൻ എന്ന് കാണിക്കും? സെബർദീനി. അവരെല്ലാം കുറ്റം പറഞ്ഞിട്ട് ഞാനും പിന്നെ ഈ സാധനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അധികാരമുണ്ട്. കാര്യം ഞാനിവിടെ എപ്പോഴും വരുന്ന ആളല്ല, ഞാൻ ഈ നാട്ടുകാരനല്ല. ഇത് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നില്ല. പക്ഷേ ഇവർ ജനിച്ചപ്പോൾ തൊട്ട് ഈ സാധനം കാണുന്നുണ്ട്. എല്ലാ ദിവസവും ചിലപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരായിരിക്കും, ഇതിനപ്പുറത്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കും. എല്ലാ ദിവസവും ഇതിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും ജോലിക്ക് പോകുന്നതും വരുന്നതും. എന്നിട്ടും ഈ സാധനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എനിവേ അത് അവരുടെ പേഴ്സണൽ കാര്യം, നമ്മളതിൽ ഇടപെടുന്നത് ശരിയല്ല. ഹലോ ബിലൻ. ഹലോ ഗൈസ്, apa kabar? Everyone fine? പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഈ സാധനത്തിന് ഇവിടെ നിന്ന് നോക്കി നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു മറ്റേ സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ ഉള്ള ഒരു പാലം ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റിവറിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ കത്തിച്ചിട്ടുള്ള കുറേ കപ്പലും ബോട്ടും ഒക്കെ ഇതുവഴി പോകുന്നുണ്ട് കേട്ടോ. കപ്പലല്ല, ബോട്ട്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പുള്ളിക്കാരുണ്ടല്ലോ, നമ്മുടെ റഫേൻ്റെ കസിൻ്റെ ഹസ്ബൻഡ്. പുള്ളിക്കാരൻ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഓക്കെ, റഫ ആൻഡ് കക്മാക്സ് ഈസ് സെയിം, നോട്ട് ടോക്കിംഗ് സോ മച്ച്. Is it real like when you get angry you will talk more? Same like Rafa, no? So you are not same. Tapi kalau dia marah tuh syukur. പാവം ചിലപ്പോൾ ഈ പിള്ളേരെയൊക്കെ നോക്കി ആ പാവത്തിൻ്റെ പരിപ്പിളകി കാണും കേട്ടോ. അതാ ഈ മിണ്ടാതിരിക്കുന്ന മലേഷ്യൻ അലീനെ പരിചയപ്പെടുത്തി തരാം. സേ സംതിങ് ഇൻ മലയായു. സേ സംതിങ് ഇൻ മലേഷ്യൻ ലാംഗ്വേജ്. മലയായി. ഞാൻ പറഞ്ഞില്ല, ആൾ ഒന്നാമത് സംസാരിക്കത്തില്ല. അപ്പോൾ ക്യാമറയുടെ അടുത്തപ്പോൾ ആളെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. ആളൊരു അങ്ങനെ ആണ് ആള്. റഫ എൻ്റെ കൂടെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, റഫ നിനക്ക് എൻ്റെ കൂടെ എപ്പോൾ വേണമെങ്കിലും നടക്കാം, പക്ഷേ നിൻ്റെ കസിൻസിൻ്റെ കൂടെ നടന്ന് ഹാപ്പി ആയിക്കോ. കാര്യം അവരൊക്കെ കുറച്ച് ദിവസം കൂടെ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവരെല്ലാവരും പെരുന്നാൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പലമ്പങ്ങിലേക്ക് വന്നതാണ്. കാര്യം ഇവിടെ എല്ലാം മാതൃരാജ്യമാണ് ഈ പലമ്പങ്, അല്ലേ ഇന്തോനേഷ്യ. എന്നെ പോലെ ഒരു ഫോറിനറാണ് പുള്ളിക്കാരൻ കേട്ടോ. പക്ഷേ ആൾക്ക് എൻ്റെ അത്ര ഒരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. കാര്യം ആളുടെ ഭാഷ മലേഷ്യൻ ഭാഷയും ഇന്തോനേഷ്യൻ ഭാഷയായിട്ട് സാമ്യമുള്ളതുകൊണ്ട് ആൾക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ചിലപ്പോൾ ഫീൽ ചെയ്യില്ല. പിന്നെ കൾച്ചറിലും ട്രഡീഷണലിലും ഡ്രസ്സിങ്ങിലും ഫുഡിലും ഒക്കെ സാമ്യമുള്ളതുകൊണ്ട് ആൾക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. വലിയ നെവർ മൈൻഡ്, എനിക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. എവിടെ പോയാലും ജീവിക്കും. നമ്മൾ റഫേനെയും ഗിസേനെയും അവിടെ നിർത്തിയിട്ട് പാലത്തിന്റെ മുകളിൽ കയറാൻ പോകാനാണ്. ഒരുപാട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് റഫ അവിടെ കീപ് ദ ഫോൺ ഇൻസൈഡ് ദ ബാഗ്. ആർക്കെങ്കിലും ഇനിയിപ്പോൾ എന്താ പറയുക, ഫോൺ അടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ വെറുതെ പോകണ്ട. ദുബൈയിൽ നൈറ്റ് മാർക്കറ്റ് ഉണ്ട്, പക്ഷേ ഇത്രയും വലുതൊന്നും അല്ല കേട്ടോ ദുബൈയിലുള്ള നൈറ്റ് മാർക്കറ്റ്. ബുർജുമാനിലും നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കാണുന്ന ദുബൈയിലുള്ളവരാണെങ്കിൽ യൂണിയൻ സ്റ്റേഷൻ്റെ അവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഇതുവരെ ഒരു നൈറ്റ് മാർക്കറ്റിൽ പോയിട്ടില്ല കേട്ടോ. ഇത് ഫുള്ള് കളർഫുള്ളാണ്. ഫുഡും പിന്നെ ജ്യൂസും പിന്നെ ടോയ്സും ഒക്കെ കൊണ്ട് കളർഫുള്ളാണ് കേട്ടോ ഈ ഒരു ഏരിയ ഫുള്ള്. അവിടെ എന്താ പറയുക, ഇതെല്ലാം പടം വരയ്ക്കുന്ന ഏരിയ ആണ് കേട്ടോ. കുട്ടികൾ പടം വരയ്ക്കുന്ന അതിനുള്ള കളർ ഇവിടെ ഉണ്ട്. അവിടെ കുട്ടികൾക്ക് എനിക്കൊന്ന് 50 രൂപ എന്താണ്, 50 രൂപ എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇവിടെ വന്നിരുന്ന് ഇതിൽ കളർ ചെയ്ത് ആ പേപ്പറും കൊണ്ട് വീട്ടിൽ പോവാം. അപ്പോൾ ഇവൻ ഓടിച്ചാടി പോകുന്നുണ്ട് അവിടെ പോകാൻ വേണ്ടി. അവിടെ പോകണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ പെൺകുട്ടികൾക്കുള്ള എന്താ മാല, വള, കമ്മൽ, ചാന്ത് പൊട്ടുന്ന കടയാണ്. പിന്നെ ഇത് ബ്രേസ്ലെറ്റ്. ഹലോ അബഗബർ ബാങ്. അപ്പം അകബർ ബാങ് സെഹാദ് അൽഹംദുലില്ലാ. ആള് വിചാരിച്ച് ഞാൻ ഇത് പുറത്തുള്ള ആൾക്കാരാണെന്ന്. അപ്പോൾ ഞാൻ അവരുടെ ഭാഷ പറഞ്ഞപ്പോഴത്തേക്ക് ആൾ വയ്ക്കുക ഉറങ്ങ് പലമ്പങ് എന്ന്. പലമ്പങ് നാട്ടുകാരനാണെന്ന് കേട്ടോ. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തില്ല. കാര്യം എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല. അപ്പോൾ ഞാൻ അല്ലാന്നും പറയണ്ട ആണെന്നും പറയണ്ട. 150 രൂപയ്ക്ക് അഡിദാസിൻ്റെ ടീഷർട്ട് ഉണ്ട് കേട്ടോ. കട്ടി കുറച്ച് കുറവാന്നേ ഉള്ളൂ. 150 രൂപ ഉള്ളൂ സാധനം. ഡിയോർ, അഡിദാസ്, അണ്ടർ ആർമറൊക്കെ 150 രൂപ. അണ്ടർ ആർമറിൻ്റെ നിക്കറാണ് കേട്ടോ. അണ്ടർവെയറായിട്ട് ഇടാം. ടെമ്പററി ടാറ്റു അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഒരു ടാറ്റുവൊക്കെ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടാവും? സെൻറ്റിമീറ്റർ സ്ക്വയറിന് 35 രൂപ ചോദിച്ചു കേട്ടോ നമ്മുടെ നാട്ടിൽ. നമ്മൾ ഈ ഒരു പാലം, ഈ ഒരു സ്റ്റെപ്പ് കയറി വേണം പാലത്തിൻ്റെ മുകളിൽ പോകാൻ കേട്ടോ. ബൾബ് ഉണ്ട്, പക്ഷേ അത് ഓണാക്കിയിട്ടില്ല. അവിടെ ഒരു ബൾബ് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ ഞാൻ ഇവർ മുമ്പിൽ സ്റ്റാർ ആയാണ്. കക്മാക്സ് ഈസ് ഇൻ ഇന്തോനേഷ്യ. യു വിൽ നോട്ട് ഫീൽ ലൈക്ക് യു ആർ ഇൻ അതർ കൺട്രി റൈറ്റ്? മേ ബി സെദിക്കിത് because the tradition, food almost same and the people look wise also almost similar.
ആളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങോട്ടേക്ക് വരണ്ടേയിരുന്നില്ല, പിന്നെ എന്തിനാണ് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്, റഫ് എന്തിനാണ് ഇവനെ കണ്ടുപിടിച്ചത്, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. Your studies and everything was in Malaysia. You studied everything, schooling, everything was in Malaysia only. You grew up everything in Malaysia. എനിക്ക് തന്നെ കഷ്ടം തോന്നിയിട്ട് ഞാൻ പിന്നെ നിർത്തി കേട്ടോ ചോദ്യം ചോദിക്കല്. No. Only being bachelor you came to Bali. കല്യാണത്തിന് മുന്നേ ഇന്തോനേഷ്യയിൽ വന്നിട്ടുണ്ട്, പക്ഷേ അതെവിടെയാ ബാലിയിൽ അടിച്ചു പൊളിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ കല്യാണത്തിന് ശേഷം ബാലിയിൽ പോയിട്ടുണ്ടോ? ഇല്ല, ആൾ പഠിച്ചതും വളർന്നതും ഒക്കെ മലേഷ്യയിൽ തന്നെ കേട്ടോ. അപ്പം നമ്മൾ താഴെ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്തത്. അവിടെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിൽ വന്നു കേട്ടോ. ആ സ്റ്റെപ്പ് ഒരു 1.5 സ്റ്റെപ്പാണ്. എന്താ പറയുക, ഒരു മാതിരത്തെ സ്റ്റെപ്പ് കേട്ടോ, ഭയങ്കര കുത്തനെയുള്ളൊരു സ്റ്റെപ്പ്. എന്തായാലും അത് കയറി നമ്മൾ മുകളിൽ വന്നപ്പോൾ നമ്മൾ കാണുന്ന വിഷ്വൽസ് ഇതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് ആ സൈഡാണ്. ഈ ഒരു പാലം മുറിച്ചാണ് അപ്പുറത്തെ രാജ്യത്തേക്ക് പോകുന്നത്. എല്ലാവരും ഫോട്ടോസ് എടുക്കാനാണ് കേട്ടോ. അവിടെ ഇവരെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇയാളെന്താ തുറച്ചു പോകുന്നത്? എന്താ മുടയാണെങ്കിൽ ഇടപെടും കേട്ടോ. ഞാൻ ഇന്തോനേഷ്യയിലെ പോലീസുകാർ കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരായിരുന്നു. കാര്യം ഇതിൻ്റെ ബാക്കിലുള്ളത്. അതിൻ്റെ ബാക്ക് പിടിച്ചങ്ങ് പോയോ. മാസ്ദാൻ്റെ വണ്ടിയാണ് കേട്ടോ പോലീസുകാർ, മാസ്ദാൻ്റെ. എനിക്കൊരു കമൻറ്റ് വന്നു കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അടിപൊളി വീഡിയോ ആണ്, ഇനി എല്ലാ വീഡിയോസും കാണാം. താങ്ക് യു സോ മച്ച്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, അത് വീഡിയോയിൽ കാണിക്കാം. നിങ്ങളുടെ സ്നേഹവും വീഡിയോസിനുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല എന്താ പറയുക, വാല്യുബിൾ ആയിട്ടാണ് എടുക്കുന്നത്. ഇതുവരെ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ലൈക്ക് ബട്ടൺ ഉണ്ടാവും. അത് ലൈക്ക് ബട്ടൺ ഞെക്കുക. അവിടെ എവിടെയെങ്കിലും ഒരു ലൈക്ക് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താ തോന്നിയത് അത് പറയുകയും ചെയ്യാം കേട്ടോ. ചൈന കുറേ വണ്ടികൾ ഇവിടെ ഓടുന്നുണ്ട് കേട്ടോ. BYD ഒക്കെ ഇവിടെ കുറേ ഉണ്ട്. BYDയുടെ നമ്മുടെ നാട്ടിലത്തെ മോഡലൊക്കെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. കുഞ്ഞു BYDയും കുറേ മീൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള BYDൻ്റെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. ചൈനേൻ്റെ പിന്നെ ഹവാലൊക്കെ ഉണ്ടല്ലോ, ഹവാൽ. ഇവിടുന്ന് തിരിച്ച് പോവാണ് കേട്ടോ താഴേക്ക്. ഇവിടെ കടലില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ സന്തോഷം മീൻസ് എന്തെങ്കിലും സെലിബ്രേഷനോ അല്ലെങ്കിൽ ഫാമിലി ഒത്തുകൂടുമ്പോഴേക്കും എവിടെ പോകുന്നത്, കടപ്പുറത്ത് പോകും. പക്ഷേ ഇവിടെ കടപ്പുറമില്ല, ബീച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഈ സ്ഥലത്ത് വരുന്നത്. അവരുടെ കടപ്പുറമാണ് ഈ ജമ്പട്ടൻ അമ്പേറ പാലം. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സറൗണ്ടിങ്ങിൽ നോക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ക്യാമറയിൽ എപ്പോഴും നോക്കുന്നില്ല. കാര്യം എനിക്കൊരു പേടി ഉള്ളിലുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമോശത്തിന് എൻ്റെ ഈ ക്യാമറ കൊണ്ട് ഓടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇതുവരെ എടുത്ത വീഡിയോസൊക്കെ അതിനകത്താണ്. അതെല്ലാം പോകും. നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ആ ഒരു നൈറ്റ് മാർക്കറ്റ് അടിപൊളിയാണ് കേട്ടോ. ചന്ദ്രൻ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ വേണമെങ്കിലും സെയിം ചന്ദ്രൻ തന്നെ, ആകാശവും ചന്ദ്രനും. ഞാൻ ഫസ്റ്റ് ദുബായിൽ പോയ സമയത്ത് വീട്ടിൽ വിളിച്ചിട്ട് ഉമ്മയെടുത്ത് പറഞ്ഞ്, ഉമ്മ ആകാശത്തോട്ട് നോക്കാൻ പറഞ്ഞു കേട്ടോ. ഈ വെട്ടം അടിച്ചപ്പോഴത്തേക്ക് കാണാൻ വയ്യ. അപ്പം എന്തിനാണ് ഫാറൊക്കെ ആകാശത്തോട്ട് നോക്കുന്നത്? അത് അവിടുത്തെ ചന്ദ്രൻ തന്നെയാണ് ഇവിടെയും. ചന്ദ്രൻ്റെ അടുത്തൊരു നക്ഷത്രം ഉണ്ടോ, എനിക്കും കാണാം ഇവിടെ നിന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അന്ന് വിളിച്ചിട്ട്. ഫസ്റ്റ് ദിവസം. 2ാം ദിവസം പറഞ്ഞു, പിന്നെ പറഞ്ഞില്ല. പിന്നെ എല്ലാ ദിവസവും വിളിച്ച് ഈ കാര്യം പറഞ്ഞ ഉമ്മ പറയും, എൻ്റെ മോന് തലയ്ക്ക് എന്താ അസുഖം പറ്റിയിട്ടുണ്ട്, ഈ വെട്ടം തിരിച്ചു പോയെന്ന് പറയും. പലമ്പങ്ങിൻ്റെ ടീഷർട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ആ പലമ്പങ്ങിൻ്റെ ടീഷർട്ടിൽ കൊടുത്തേക്കുന്നത് ആ പാലത്തിൻ്റെ ഫോട്ടോയും പിന്നെ മീനുമാണ് കേട്ടോ. കാര്യം ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം മീനാണ്. അതുകൊണ്ട് തന്നെ അതാണ് ആ ഒരു ടീഷർട്ടിൻ്റെ കുറേ ടീഷർട്ടുകൾ ഇവിടെയുള്ള ടീഷർട്ടുകളിലെല്ലാം ഇതാണ് കേട്ടോ. അല്ലെ പടക്കവും പൂത്തിരിയും കമ്പിത്തിരിയും ഇന്തോനേഷ്യൻ മൈലാഞ്ചിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇന്തോനേഷ്യൻ മൈലാഞ്ചിയാണ്. കളറിന് എന്താണെന്നറിയില്ല. ഒരു മുമ്മ ഇരുന്ന് കടല വിൽക്കുന്നുണ്ട്. ഏതെടുത്താലും 50 രൂപ എഴുതി വെച്ചിട്ടുണ്ട്. 10,000 എന്ന് എഴുതി വെച്ച ബോർഡ് അവിടെ കാണുന്നുണ്ട്. അത് 10,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ 50 രൂപയാണ്. കളർഫുള്ളായിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് ഇരിപ്പുണ്ട്. അങ്ങനെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം കണ്ട് മീൻ പിടിക്കാനാട്ടാ. അവിടെ ആകാശത്തിട്ട് പൊട്ടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടില്ലേ അവിടെ പടക്കം ഇരിക്കുന്നത്, അത് അവർ മുകളിലോട്ട് വിടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ, രസമായിരിക്കും കാണാൻ. പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പിന്നെ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ കറണ്ട് പോയാൽ എന്നായിരുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഇതൊരു എന്തോ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. ഫ്രണ്ടിൽ നല്ല ഗ്ലാമറാണ്, പക്ഷേ ബാക്ക് അത്യാവശ്യം വൃത്തി കുറവൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ. അങ്ങോട്ടെല്ലാം ഫുഡ് ഐറ്റംസ് ആണ്. ഇതെല്ലാം അവർക്കൊരു ഗുമ്മിരിക്കട്ടെ. മക്കാസി. അപ്പോൾ അവർക്കെല്ലാം ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു അസൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാധനം എല്ലാ കടയിലും ഒരേ കണക്കിരിപ്പുണ്ട്. ഇത് സോസേജാണ് കേട്ടോ. സോസേജ് ഗ്രില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. ഗ്രില്ല് ചെയ്ത് പൊരിച്ച് വറുത്ത് ഒക്കെ കൊടുക്കും. ഹലോ, അപ്പോൾ ഖബർ ബഗൈമാന ലബാരൻ ബാഗുസ് അൽഹംദുലില്ലാ സെഹാദ്. അതെൻ്റെ വാച്ച് പറയാൻ കേട്ടോ. റിച്ചാർഡ് മെല്ലർ ഉണ്ടോയെന്ന് നോക്കണം. അയ്യോ, അവിടെ പടക്കം പൊട്ടിക്കൽ തുടങ്ങി കേട്ടോ. അയ്യോ, അതേണ്ട പക്ഷിരാജൻ
എന്തിരൻ 2.0 പക്ഷിരാജൻ ഇവിടെ കിടന്ന് പറക്കുന്ന കേട്ടാ. അക്ഷയ് കുമാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അക്ഷയ് കുമാർ ഭയങ്കര കോമഡി ആയിരുന്നു. പക്ഷേ ആ സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് അക്ഷയ് കുമാറിനെ പേടിയാണ്. രാത്രി ഞെട്ടി എണീറ്റുണ്ട് ചെറുതിൽ ആ സിനിമ കണ്ടിട്ട്. ഇത് നമ്മുടെ സാൻഡ്രോ അല്ലേ ഇത്? അല്ലല്ല, നമ്മുടെ സാൻഡ്രോ. ഇവിടെ ഇത് കിയാൻ്റെ ഏതൊരു വണ്ടിയാണ് കേട്ടോ. ഇവിടെ കുറേ ജിമ്നി ഉണ്ട് കേട്ടോ. ജിമ്നി, ബലേനോ ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അല്ല, ഒരു ജിമ്നി ഇവിടെ കിടക്കുന്നു. നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പണക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് കേട്ടോ ഈ കിടക്കുന്നത്. റിച്ച് ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയുടെ അടുത്തൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. അവൻ്റെ മൂട്ടിൽ പോയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? പുകൈ പിടിപ്പത് പുത്രനോയ് ഉണ്ടാക്കും, ഉയരൈ കൊല്ലും. ഒരനക്കുമില്ല, ഫോണൊന്നും ഒരനക്കുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചത് നമ്മൾ റഫേനെ കോൾ വിളിക്കായിരുന്നു എവിടെയാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ നമ്മുടെ പുറകെ ഒരു ഇന്തോനേഷ്യക്കാരി ഹായ് പറയുന്നുണ്ട് കേട്ടോ. ഒരനക്കുമില്ല. ഫോൺ ഇപ്പോഴാണ് കേട്ടോ കണ്ടത്. ദാണ്ട് എൻ്റെ ഉള്ളിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ എന്തോ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബുക്ക ഡോണറ്റ് തെരുമക്കാസി. ഈ നൈറ്റ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ കോട്ട, നമ്മുടെ ഇവിടുത്തെ ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മ്യൂസിയം കോട്ട സുൽത്താൻ മഹമ്മൂദ് ബദറുദ്ദീൻ 2. ഈ സുൽത്താൻ മഹമ്മൂദ് ബദറുദ്ദീൻ്റെ കാലത്തെന്തുമാണ് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതൊക്കെ. അതുകൊണ്ട് പുള്ളിക്കാരൻ കുറച്ച് സീനാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ആളുടെ കൊട്ടാരമാണ് ഈ പറകിൽ കാണുന്നത്. ഇതാണ് പുള്ളിക്കാരൻ്റെ പാലസ്. 12 തൂണുകളാണ് കേട്ടോ ഉള്ളത്. 12 തൂണും നടുക്ക് 2 സ്റ്റെപ്പും. ഒരു ദിവസം നമുക്കിതിൻ്റെ ഉള്ളിൽ കയറണം. പക്ഷേ ഈ കോട്ടേൻ്റെയും ഈ പാലസിൻ്റെയൊക്കെ ഉള്ളിൽ കയറുന്നത് ചില സമയം ബോറ് പരിപാടിയാണ്. കാര്യം വലിയ നമുക്ക് ഫണ്ണായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നോളജിന് പറ്റിയ സംഭവമാണ് കേട്ടോ. കാര്യം ഈ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഇവിടുത്തെ സെക്യൂരിറ്റി ആണ് കേട്ടോ ആ ഇരിക്കുന്ന 2 പേര്. അസ്സലാമു അലൈക്കും. apa kabar bang? Alhamdulillah baik pak. Alhamdulillah. Dari India pak? Udah India? Iya. Bahasa Indonesia Bahasa Indonesia sekarang ya belajar. Sedang belajar ya. Pasir kali. Lama di Palembang? 2-3 bulan sekarang. Udah pasir masuk Indonesia. Sini enak tempat yang cantik, bagus. Di malam lampu-lampu, banyak orang. Ya. Ini nah kalau dibuka bagus lagi. Oh, udah. Aji Sukma. Ya. Om abang? Andi. Ya. Andi എന്നാണ് കേട്ടോ പുള്ളിൻ്റെ പേര് അജി. Ya. Aji dan Andi. Nama saya Faruk. Oke, dadah. Terima kasih banyak. Selalu. Bye, dadah. സ്നേഹം കണ്ട കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്നാണ് പുള്ളിക്കാരൻ എണീറ്റ്. ആൾക്ക് ഭയങ്കര ഒരു ഇതായി. ഞാൻ ഇവരുടെ ഭാഷ സംസാരിച്ചപ്പോൾ ഞാൻ അത് എവിടുന്നാണ് പഠിച്ചെന്നൊക്കെ ചോദിച്ചു. അവർ അപ്പോൾ സാധാരണ എല്ലാവരുമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സംഭവം ഞാൻ അവരോടും പറഞ്ഞ് ഇവരുടെ ആൾക്കാരുടെ ഇതാണ് ഞാൻ ഇവിടുത്തെ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഒരു വിഷമമില്ല നമുക്ക് അവരുടെ ഭാഷ പഠിക്കാൻ പറ്റും കേട്ടോ. കാര്യം നമുക്ക് അവരോട് പൊട്ടത്തര പറയുന്നെങ്കിൽ പോലും അവർ കളിയാക്കത്തൊന്നുമില്ല. ചിലപ്പോൾ ശരിക്കും, പക്ഷേ അവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും ഇവൻ എങ്ങനെയാണ് ഈ ഭാഷ പഠിച്ചതെന്ന് അറിയാം. അപ്പോൾ ഹാങ് മാക്കാൻ ഇത് മാവ് റഫയ്ക്ക് മധുരമുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കാര്യം എന്ന് വെച്ചാൽ റഫ ഡോണട്ട് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അത് കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതാക്കുന്നത്. ഇവിടെ കച്ചവടം ചേരുന്നതാണ് ആ സെക്യൂരിറ്റി ഒന്ന് പറഞ്ഞേട്ടാ. പറഞ്ഞ രീതി തന്നെ ഒരു എന്താ സാമ്യതയോടെ ചിരിച്ചോണ്ടാണ് കേട്ടോ പുള്ളിക്കാരൻ പറയുന്നത്. ഇന്തോനേഷ്യൻ മറുമക്കാൻ പുള്ളിക്കാരൻ വന്ന് ഇൻസ്റ്റാഗ്രാം ID ചോദിച്ചേട്ടാ. ഫേസ്ബുക്ക് യൂട്യൂബ് ഞാൻ കൊടുത്തില്ല. ഞാനങ്ങനെ ഇന്തോനേഷ്യക്കാർക്ക് യൂട്യൂബ് കൊടുക്കാറില്ല. കാര്യം ഞാൻ ഇവരെ ചില സമയമെങ്കിലും കളിയാക്കാറുണ്ട്. ലാസ്റ്റ് ഒരു വീഡിയോ ഇന്തോനേഷ്യക്കാരെ കളിയാക്കുന്ന വീഡിയോ ഉണ്ട്. അത് പുള്ളി കണ്ടു കഴിഞ്ഞാൽ സീനാണ്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കലാണ്. അപ്പോഴാണ് എല്ലാവരോടും ചോദിച്ചത് എന്താ കഴിക്കണ്ടേ, എവിടുന്നാണ് വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ റഫ് എടുത്ത് പറഞ്ഞു ഇവിടെ ഒരു തട്ടുകട ഉണ്ടെന്ന് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്, ഇന്തോനേഷ്യയിലെ തട്ടുകട. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ തട്ടുകടയിൽ നിന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കുഴപ്പമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വലിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കഴിച്ചോ, ഇന്ന് ഞാൻ അവിടെ നിന്ന് കഴിക്കാം. അതല്ല നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തട്ടുകടയിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റഫേൻ്റെ അവിടുത്തെ ലൊക്കേഷൻ നോക്കാനായിട്ട് അത് ഓപ്പൺ ആണോ ഇന്ന്. കാര്യം ഈ ഈദ് പ്രമാണിച്ച് കുറേ ഷോപ്പുകളൊന്നും ഓപ്പൺ അല്ല കേട്ടോ, ക്ലോസ്ഡ് ആണ്. അപ്പോൾ എന്തായാലും അത് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പിള്ളേരെല്ലാം എന്തായാലും ഹാപ്പിയായി. എല്ലാവർക്കും കിട്ടേണ്ട സാധനങ്ങൾ കിട്ടി. ഒരു മഞ്ഞ കോളേജ് അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നുണ്ടാ. നിങ്ങൾ മഞ്ഞ കോളേജ് വരെ കണ്ടിട്ടുണ്ട്. ഒരുമാതിരിത്തെ തീട്ട കളർ അല്ലേ. ഇവിടെ ഫുള്ള് പോലീസ് ജീപ്പാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സ്ട്രീറ്റ് ഫുഡ് പ്ലേസ് ആണ്. അപ്പോൾ നമ്മുടെ ബലൂണും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ തിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഒരു തട്ടുകട വൈബ് ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ ഇവിടെയും. പക്ഷേ ഫുഡ് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ ഈ ചിക്കൻ സ്റ്റിക്ക് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്.
ഞാൻ ചിക്കൻ സ്റ്റീക്ക് ഇതുവരെ കഴിച്ചിട്ടില്ല. ബീഫ് സ്റ്റീക്ക് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ചിക്കൻ സ്റ്റീക്ക് ഇതുവരെ കഴിച്ചിട്ടില്ല. ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ സ്റ്റീക്ക് ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ചൂടുണ്ടല്ലോ, ചൂടോടെ സാധനങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടോടെ ഉണ്ടാക്കുന്നു, ആൾക്കാരൊന്ന് വാങ്ങിക്കുന്നു, കഴിക്കുന്നു, പോകുന്നു. ഫുഡ് വരുമ്പോൾ ബാക്കിയുള്ളവരുടെ ഫുഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താ? നിങ്ങളുടെ ഫുഡ് കഴിക്കുമോ അതോ ബാക്കിയുള്ളവരുടെ ഫുഡും കൂടെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുമോ? എന്താണ് നമ്മൾ ഈ സാധനം എടുക്കാനാട്ടോ? ഇതെങ്ങനെ മുറുകേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് പിന്നെ നാണം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കിങ്ങനെ വലത്തെ കയ്യിലാണ് മുറി പിടിക്കേണ്ടത്. എന്തായാലും ഇന്തോനേഷ്യൻ വിഭവം അല്ല കേട്ടോ, ഇത് ഒരു കോമൺ വിഭവമാണ്, നമുക്ക് പറ്റിയ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അവർ കുറച്ച് അതിൻ്റെ മുകളിൽ, ആ ചിക്കൻ്റെ മുകളിൽ ഒരു കെച്ചപ്പ് തേച്ചു, അതുകൊണ്ട് ചെറിയൊരു മധുരമുണ്ട്. അതും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ സാധനം അടിപൊളിയാണ്. പിന്നെ നമ്മുടെ അൽഫാം ഉണ്ടല്ലോ, ചാർക്കോളിൽ ചുട്ട ചിക്കൻ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിനുള്ളത്. പ്രത്യേകിച്ച് ബീഫ് സ്റ്റീക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര റോ ആയിരിക്കും, അതിന് ആ ചിക്കൻ്റെ മണമൊക്കെ കാണും, അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല, നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ആ ഒരു മധുരമുള്ള ഒരു സോസ് അതിൻ്റെ മുകളിൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ സാധനം കുറച്ചും കൂടെ കിടിക്കുകയാണ്. പിന്നെ എൻ്റെ പാത്രം തീരുന്ന കൂട്ടത്തിൽ തന്നെ റഫേൻ്റെ പാത്രത്തിൽ നിന്ന് കുറച്ച് ബിഹു എന്ന് പറഞ്ഞ സാധനം ഇട്ട് ഫില്ല് ചെയ്ത് തന്നുകൊണ്ടിരുന്നു കേട്ടോ. എന്തായാലും വയറൊക്കെ ദമ്മായി. അപ്പം നമുക്ക് നാളെ കാണാം. ഡാഡാ ഷാൻ, ചിക്കൻ സ്റ്റീക്ക് വേണോ? ഫുഡ് വരുമ്പോൾ ബാക്കിയുള്ളവരുടെ ഫുഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താ? നിങ്ങളുടെ ഫുഡ് കഴിക്കുമോ അതോ ബാക്കിയുള്ളവരുടെ ഫുഡും കൂടെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുമോ? എന്താണ്